പറഞ്ഞു കഴിഞ്ഞാ നീ ഒരു ഗ്യാങ്ങിന്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ കുടുംബശ്രീ അടിപൊളിയൊക്കെ വഴക്കൊക്കെ ആയിരുന്നു. എന്താ ശിവൻ നീ എന്നിട്ട് അവിടെ നിന്നിട്ട് നീ സ്പീക്കർ ഇട്ടാണ് നേരത്തെ ഫോൺ വിളിച്ചിട്ട് അത് ചന്ദ്രു കേക്കട്ടെന്ന് പറഞ്ഞു ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്താ പ്രശ്നം എന്താ അവിടെ ഇപ്പൊ എന്തിനായി ആരും മരിച്ചാ? ഇല്ല അവിടെ ലോറേനെയും മറ്റേ അവരോട് കൂടുള്ള പയ്യനെ അടിച്ചു കൊന്നു. പിന്നെ എന്നിട്ടൊന്നും നടന്നില്ല. ആര് ലോറനെ കൊന്നാ? വീണ്ടും കൊന്നാ? ലോറനെ വീണ്ടും കൊന്നില്ല. ലോറനെ എന്തോ അടിച്ചു അല്ല ചന്ദ്രനാണ് കൊന്നിട്ടിട്ട് പോയത്. ഞാനാ കൊന്നിട്ട് പോയെ. അത് മാത്രമേ ഉള്ളൂ, അല്ല പിന്നെ കൊന്നില്ല. വേറെ പ്രശ്നം ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, സംസാരിച്ച് സോൾവ് ആക്കിയ. എലിയെ ലോറെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊക്കെ ചീത്തയൊക്കെ വിളിച്ച് ചെലവൊക്കെ അടിച്ച് ഇവിടെ പ്രശ്നം. ഓക്കെ ഞാൻ അണ്ണു വന്നാ ഇപ്പൊ അങ്ങോട്ട് ഇത് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞ് പോയി പോയാ രണ്ടുപേരും പോയി. നല്ലായിരുന്നു. ഓക്കെ ഹലോ അണ്ണു നമുക്ക് ഇത് നോക്കാം ഈ സീറ്റ് ചന്ദ്ര അതിന് മുമ്പേ ആ ഷൗട്ട് മാറ്റി എല്ലാവരും ഇതൊക്കെ കേട്ടില്ല. ലോകം മൊത്തം കേട്ടല്ലേ? ഓക്കെ ലോകം മൊത്തം സാറേ 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 നമസ്കാരം. സാറേ ഉണ്ടായിരുന്നോ കൂടെ? എന്താണ് സാറേ ഈ തങ്കപ്പെട്ട പയ്യനെ വിളിച്ചത്? അല്ല ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ജോക്കി. കുറച്ച് പ്രശ്നം അതുകൊണ്ടാ സാറേ കണ്ണാടി ഡിസ്റെസ്പെക്ട് ആവും, ഞാൻ ഊരട്ടെ. എന്തിനാ ഡിസ്റെസ്പെക്ട്? കണ്ണാടി വെക്കുന്നതിൽ എന്താ ഡിസ്റെസ്പെക്ട് മറ്റൊക്കെ? അങ്ങനെ പറഞ്ഞു സാറേ ബഹുമാനം സാറിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. അയ്യോ ചന്ദ്ര കളിയാക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അല്ല സാർ സിറ്റിയിലെ DGP അല്ലേ, തങ്കപ്പെട്ട മനുഷ്യനെ വിളിപ്പിച്ചെന്തിനാന്ന് അറിയാനായിരുന്നു. അയ്യോ സിറ്റിയിലെ DGP തങ്കപ്പെട്ട മനുഷ്യനെ വിളിപ്പിച്ചത് 2 ദിവസം കമ്മ്യൂണിറ്റി സർവീസ് കോടതി വിളിച്ചിട്ടുണ്ട്. പോയോ? ചോദിച്ചാളും ഓടി. സാറേ എന്താ സാറേ കോടതിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഓർഡർ ഉണ്ട്. 2 days കമ്മ്യൂണിറ്റി സർവീസ് ഓൺ PD. അന്ന് ചോദിച്ചിട്ടില്ലായിരുന്നോ കമ്മ്യൂണിറ്റി സർവീസ് ഇനിഷ്യേറ്റ് ചെയ്തുകൂടെയെന്ന്? സോ അതിന്റെ ഒരു തുടക്കമായിട്ട് ആദ്യത്തെ വ്യക്തി ഇതാ നിൽക്കുന്നു. ഇത് കോർട്ടിന്റെ ഒരു പുതിയ ഇതായിരുന്നു. കാരണം പിടിയുമായിട്ട് കൂടുതൽ ഇഷ്യൂസ് ആയതുകൊണ്ട് പിടി തന്നെ വർക്ക് ചെയ്തോട്ടെ പുള്ളി. ഓക്കെ പിടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്നിട്ടും പുള്ളി പിടിയായിട്ട് വേറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആക്ച്വലി. ഓക്കെ അകത്തോട്ടോ. നമ്മളെ കുറച്ച് പ്രകൃതിരമണീയമായ കാറ്റും അതല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാലേ പല പ്രശ്നങ്ങളാണ്. വഴി പോണവനും പറഞ്ഞവനൊക്കെ എന്തെങ്കിലും കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാ അകത്താകുമ്പോഴത്തേക്ക് പൂട്ടിയിട്ടടിക്കല്ലോ. സാറ് പുറത്തോട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഇത്ര നേരം പുറത്തായിരുന്നല്ലോ. ഞാൻ ഇതിനകത്തിരിക്കാറില്ല. ഇനി ഇടക്കിടയ്ക്ക് നിങ്ങളെങ്കിലും വരുമ്പോ ഇതിനകത്തോട്ട് കയറിയില്ലെങ്കിലേ പിന്നെ ഈ കെട്ടിടം എന്തിനാണെന്ന് ഇത് കെട്ടിയിട്ട ആള് ചോദിക്കും എന്റെ അടുത്ത്. ഓക്കെ അപ്പൊ ചന്ദ്ര 2 ദിവസമാണ് കമ്മ്യൂണിറ്റി സർവീസ്. ഓക്കെ ചന്ദ്രൻ വരുന്ന സമയത്ത് ഓക്കെ ചന്ദ്രൻ ഇവിടെ യൂണിഫോം അസൈൻ ചെയ്ത് ഞങ്ങളിപ്പോ തരും. ആ യൂണിഫോം വേണം ഇടാൻ. പിടിയുടെ വ്യക്തികളുടെ കൂടെ ആയിരിക്കും ചന്ദ്രൻ നിൽക്കേണ്ടത്. ഓക്കെ അതുപോലെ തന്നെ ഓരോ ഡേ ഇന്നും നാളെ ആയിട്ടായിരിക്കും ചന്ദ്രൻ. ഓക്കെ അല്ലെങ്കിൽ നാളെ ചന്ദ്രൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ. ഓക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരത്ത് ചന്ദ്രൻ എന്തൊക്കെ പിടി അസറ്റുകളാണോ കയ്യിൽ തരുന്നത് അത് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്യുക. ഓക്കെ ഇൻക്ലൂഡിങ് ദ യൂണിഫോം. ഓക്കെ അത് ഈ ഡ്യൂട്ടി സമയത്തല്ലാതെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങളത് ആക്ഷൻ എടുക്കില്ല. അത് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ സാർ അപ്പൊ ഡെസിഗ്നേഷൻ എന്താണ്? SI ആണോ CA ആണോ DSP ആണോ IG? എനിക്ക് DGP ഒന്നും ആവാൻ പറ്റില്ല സാർ, അതാണ് മെയിൻ കാര്യം. എനിക്ക് അങ്ങനെ അത്രയും റൂൾ എടുത്ത് കുഴപ്പമില്ല, പേടിക്കണ്ട. എന്തായാലും ചന്ദ്രനെ അത്രയൊന്നും ഇരിക്കാൻ പറ്റാത്തതിലേക്ക് നമുക്ക് നോർമൽ ഒരു ട്രെയിനി റോളിൽ തന്നെ പോകും. ഓക്കെ അതായത് ലോ റാങ്ക് ആണ് ഇതില് റാങ്ക് റിലേറ്റഡ് അല്ല. ഓക്കെ ഈ കമ്മ്യൂണിറ്റി സർവീസിനകത്ത് വരുന്നവര് നിങ്ങൾ ഇതിനകത്തുള്ള റാങ്ക് ഇത് നോക്കണ്ട. ഓക്കെ അത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ വരുമ്പോഴത്തേക്ക് അത് എന്താണ് PD ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി, പോലീസ് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏത് റാങ്ക് ആണെന്നോ അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം. നാളെ നമ്മൾ വണ്ടിക്കകത്ത് ഇടിച്ചാലും നമ്മൾ ഇത് ചെയ്യണോ? കേട്ടില്ല. നമ്മളല്ലോ തീരുമാനിക്കുന്നത്. ഗവൺമെന്റിൽ നിന്നും വരുന്ന ഓർഡർ അനുസരിച്ചാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അതിനകത്തുള്ള പ്രോസസ്സ്. അതായത് ഹെവി കേസസ്. ഓക്കെ ചന്ദ്രനെ പോലെ സ്ഥിരമായിട്ട് PD വണ്ടി എടുക്കുക. അപ്പൊ ചന്ദ്രന് PD വണ്ടി എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇത് ആർക്കെങ്കിലും സിറ്റി പറ്റിയോ? നമ്മുടെ ചെറുക്കൻ നിൽക്കുന്ന കണ്ടോ മറ്റേ വാർത്ത സാധനം ഒന്ന് പടിയണ എന്തിനാ ആ സാധനം ആർക്കേലും പറ്റൂ? ഇനി ഇതിനു വേണ്ടിയായിരിക്കും നാട്ടുകാർ മൊത്തം നോക്കുന്നത്, ഇതേപോലത്തെ വരാൻ വേണ്ടി.
അതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നില്ല സാറേ ഇതുവരെയൊന്ന്. സഹദേവ് അവരറിയട്ടെ, കുഴപ്പമില്ല. ഒരു PD സർവീസ് ചെറുക്കൻ പഠിക്കാതെ പോലീസിലും കയറി നമ്മുടെ സാറേ ഭരത് സാർ ഈ സഹദേവ് സാറിന്റെ റാങ്ക് ഏതാണ്? സഹദേവന്റെ റാങ്ക് ലെഫ്റ്റനന്റ് ഫസ്റ്റ് ക്ലാസ്. ലെഫ്റ്റനന്റ് ഫസ്റ്റ് ക്ലാസ്. സോറി, ക്യാപ്റ്റൻ. ഞാൻ അതിന്റെ താഴെ ഇരിക്കും പറഞ്ഞേ. സഹദേവ് സാർ ഉണ്ടോ ഇവിടെ? ഇന്ന് വരുമോ? എത്തുമ്പോ ലേറ്റ്. സാറേ അപ്പഴേ ചെറുക്കനെ നാളെ യൂണിഫോമും കൊടുത്ത് ഇങ്ങോട്ട് വിടാം. നിങ്ങൾ ഇനി എന്താന്ന് വെച്ചാൽ നോക്ക് കുറച്ച് ദിവസം. ഓക്കെ, ചന്ദ്രൻ ഇന്നോട്ടാണോ കയറുന്നത്? നാളെ തൊട്ട് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് അവനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ നാളെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ, ഫോമും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. ഓക്കെ, നാളെ തൊട്ട് എത്ര മണിക്കാണ് വരുന്നത് എന്നുള്ളതും കൂടെ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ ഓക്കെ സാർ. ഒഴിവാകാൻ പറ്റില്ലല്ലേ? കേട്ടില്ല. ഒഴിവാകാനൊന്നും പറ്റത്തില്ലല്ലേ? ഒഴിവാൻ പറ്റില്ല ചന്ദ്ര. കാരണം ചന്ദ്രനെ ഇവിടുന്ന് എന്താണ് ചെയ്തത് അവര്? ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയതിന്റെ പേരില് ഓക്കെ ചന്ദ്രന്റെ പാസ്പോർട്ട് റദ്ദാക്കുകയല്ലേ ചെയ്തത് അവര്? ഓക്കെ, അപ്പോ അത് ഒഴിവാക്കിയിട്ട് അവർ ശിക്ഷയിൽ തന്നിക്കുന്ന ഇളവാണിത്. യൂണിറ്റ് ടു ഒബേ ദ ഗവൺമെന്റ്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ബോയ്. നമ്മുടെ ഗ്യാങ്ങിൽ ആരും പോലീസിൽ കേറിയിട്ടില്ല, നീ ഇങ്ങനെങ്കിലും കേറിയല്ലോ. അതിനെന്താ, പോലീസിൽ കയറാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. യു ക്യാൻ ഓൾസോ ജോയിൻ. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഒരു കണക്കിലുള്ള സർവീസ് അല്ലേ? നിങ്ങളുടെ ആരെങ്കിലും ഒരാളെ തൊടുകയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കെതിരെ ചോദിക്കാൻ പോകുന്നു. അതല്ലേ ഞങ്ങളും ചെയ്യുന്നേ. സാർ ഇവിടെ 6000 അവിടെ കുറച്ച് കൊലപാതകങ്ങൾ നടന്നതായിട്ട് എന്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു. അങ്ങോട്ട് ഒന്ന് പോയി അന്വേഷിക്കുകയാണെങ്കിൽ 6000 സാർ. ഉറപ്പായിട്ടും പോവാം. ഞാനിപ്പോഴേ സാറേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാറിന് ഒരു അച്ഛനെ പോലെ കാണുന്നത്. ഹൈ ലെവലിലൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപദേശിക്കുന്ന രീതിയൊക്കെ വേറെ വ്യത്യാസമായിരിക്കും. വേണ്ട, ഞാൻ സാറ് പണ്ടിരുന്ന സ്റ്റേഷനിൽ ഞാൻ പോയായിരുന്നു ഇടയ്ക്ക്. എന്നിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആണ് ഇപ്പൊ. പിന്നെ അവരെങ്ങനെയൊക്കെയല്ലേ? അവിടുത്തെ സർവീസിൽ നിന്ന് 2 പേര് കുറഞ്ഞിട്ടുണ്ട് സാറേ. അവിടുത്തെ അവര് റിക്രൂട്ട് എടുക്കുമായിരിക്കും ഉടനെ. ഇവിടെ പോരാത്തോണ്ടാണോ നീ അവിടെ പോയി? ശരി സാറേ, അപ്പൊ നമ്മള് പോയിട്ടില്ല. ഹലോ ഓക്കെ സാർ, ഞാൻ നാളെ ജോയിൻ ചേരുന്നുണ്ട് കേട്ടോ. ഇത് മാറ്റത്തില്ലേ? ഇത് വേറെ കളറൊക്കെ മാറ്റി കഴിഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടേ. വെള്ളം മാറ്റിട്ടോ? ഓ മാറ്റല്ലോ, നമ്മള് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യൂണിഫോം ഞാൻ വിളിക്കടാ കണ്ണ. ഞാൻ തിരിച്ചു വിളിക്കും, ഇത് ഇറങ്ങിയിട്ട് വിളിക്കാം. ഒരു മിനിറ്റ്, ഒരു കാര്യം ഇവിടെ നിന്ന് സംസാരിക്കടാ. വിളിക്കാം. അവരൊക്കെ ഇവിടെ ചന്ദ്രൻ അത്യാവശ്യം ഇങ്ങൊന്ന്. ഇവിടെ നാട് മൊത്തം മറ്റേ ഗൺ സെല്ല് ചെയ്തെന്നും പറഞ്ഞിട്ട് നടക്കുന്ന ഒസാമ വാണ്ടഡ് ക്രിമിനലിനെയാണോ അളിയ ഒസാമ ഇത് കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞു. കേക്ക് വന്നിട്ട് എന്നോട് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഞാൻ അങ്ങനെയല്ല, അത് പരിചയക്കാരനാ. അത് പരിചയക്കാരനായ പ്രശ്നമാണല്ലേ? അല്ലല്ല, പുറത്തോട്ട് സംസാരിക്കും. ഒസാമ ജയിലിൽ വിട്ടാടാ. ഹലോ അണ്ണു. ഹലോ കണ്ണ പറ. ടർഫിന് ആരും ഇല്ലയോടാ ഇന്ന്? ഹലോ കണ്ണാ, അവര് ബ്രേക്ക് ചെയ്യുന്നല്ലോ, നമ്മള് ബ്രേക്ക് ചെയ്യുന്നല്ലോ. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ. അവിടെ പോയടാ. കേക്കെ സുഖല്ലേ? ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ? ഉണങ്ങിപ്പോയി കേക്കെ. ചന്ദ്രന്റെ പഴയ ഫ്രണ്ടിനെ കണ്ടായിരുന്നു. ആരാ കേക്കെ? ഗ്യാങ് ഹൗസ് എത്തിക്കാൻ വണ്ടി എടുക്കാൻ ഓഫീസിൽ പോണം. ചന്ദ്ര പോകരുത് കേട്ടോ, ഒന്ന് കാണണേ. ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ.